എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല, ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഓൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ നമ്മുടെ അനാലിസിസ് കിടക്കാം. ഇന്നത്തെ അനാലിസിസ് ഞാൻ മിഡ് നൈറ്റാണ് ഇന്നലെ ഞാൻ കൊടുത്തത്. ബട്ട് യെസ്, അനാലിസിസ് ഐ തിങ്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാം. റീസൺ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ. ന്യൂസിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ, എങ്ങനെ ന്യൂസ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ ആണ്. സോ അത് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ചാനലിൽ ഇതിന് ഉണ്ടാവും. സോ അത് മസ്റ്റായിട്ട് ഇത് കാണണം. കുറച്ചുകൂടി ബെറ്റർ എക്സ്പ്ലനേഷനാണ്. എന്താ മാർക്കറ്റ് വീഴാത്തത്, ഓർ എന്തിന് നമ്മുടെ ഇപ്പോൾ ഇത്ര ഈ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ആ വീഡിയോ മസ്റ്റായിട്ട് കാണണം. റെഗുലർ വ്യൂവേഴ്സ്, ന്യൂ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണുന്നു കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ അനാലിസിസ് ഞാൻ ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ അപ്പോൾ ബുള്ളിഷ് ആവുള്ളൂ സ്മോൾ ടൈം ഫ്രെയിമിൽ. ബിഗർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫുൾ ലെഗ് ഇത്ര ഇവിടുന്ന് ഇവിടെ വരെ ഈ ഒരു ഫുൾ ലെഗ് ഇതിൻ്റെ അകത്ത് കൺസൾട്ടേഷൻ ആണ്. ഇതിൻ്റെ ഹ്യൂജ് മൂവ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് മാത്രമേ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. സോ ഇത് അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഫുള്ള് ഇതിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായത് ഇന്ന്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി നാളത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ഫുൾ സൈഡ് വേസ് ആയിരുന്നല്ലോ. സോ പ്രത്യേകിച്ച് ലെവൽസിൽ ഒരു മാറ്റമൊന്നുമില്ല. സോ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ തോന്നുന്നില്ല. ആ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയറിറ്റി കിട്ടും. ലാസ്റ്റ് വീഡിയോ ഓക്കെ, അത് നമ്മുടെ ചാനലിലും ഉണ്ടാവും. സോ ഇപ്പോൾ എനിക്ക് കാണുന്നത് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്, റൈറ്റ്? ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആവോ ബ്രേക്ക് ഡൗൺ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റിൽ ഡിപ്പെൻഡ് ആണ്. നാളെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും അതിനാണ്. ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് ഈ ഒരു ലെവലിൻ്റെ അബവ് പ്രൈസ് നാളെ ഓപ്പൺ ആവേണ്ടതാണ്. ഓർ മീൻസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവേണ്ടത് 24,530. ഓക്കെ, അപ്പോഴാണ് ഈ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഇന്നത്തെ ഹൈ ഇതല്ലേ ഇന്നത്തെ ഹൈ. സോ അത് അവരുടെ എസ് പോകും. ദെൻ അവർ ഓടാൻ തുടങ്ങും. സോ സ്ലോ മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടും. വീണ്ടും ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ് 24,590 ഓർ 600 കൂട്ടിക്കും. 24,600 എന്നുള്ള റെസിസ്റ്റൻസ് സോണാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫർദർ അപ്സൈഡ് മുകളിലേക്കുള്ള ചാൻസസ് നമുക്ക് കിട്ടും. ഓക്കെ, ബിയറിഷ് ആവേണ്ടത് ഇന്നത്തെ ലോ തന്നെ. ഹൈ ആൻഡ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഈ ഒരു ലോ രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു കുഞ്ഞ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കണ്ടോ, ജസ്റ്റ് കുഞ്ഞൊരു ക്യാൻഡിൽ. ബട്ട് യെസ്, ഹെൽത്തി എന്ന് പറയാനൊന്നുമില്ല. വീക്ക്നെസ് സ്റ്റിൽ വീക്ക്നെസ് ഉണ്ട്. ബട്ട് യെസ്, ബുൾസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് യെസ്റ്റർഡേക്കാളും കൂടുതൽ ഹൈ ഓപ്പണിംഗ് ആണ് ഇന്ന്. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിങ്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസിങ് യെസ്റ്റർഡേ മീൻസ് ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷൻ. അതൊരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഇതായിരുന്നു. ദെൻ ഇന്ന് അതിൻ്റെ അബവാണ്. ദാറ്റ് മീൻസ് ഇവിടെ എവിടെയെങ്കിലും ബുൾസ് എവിടെയോ ഉണ്ട്. ഓക്കെ, അവർ ബുൾസ് വിട്ടു കൊടുക്കുന്നില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇനി ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ആൻഡ് ഫർദർ അപ്പ് സൈഡ് ഇതിൻ്റെ ബിലോ. ഫുള്ള് ബുള്ളിഷ് ആവേണ്ടത് 24,600 അബവ് ഫുള്ളി നമുക്ക് ബുള്ളിഷ് ആവാം. ആൻഡ് ദെൻ പ്രൈസ് ക്ലോസ് മുകളിലേക്ക് അപ്പുറത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. 700, 800, 900 ഈസിലി പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. സ്മോൾ സ്ട്രക്ചറിൽ ഞാൻ കാണുന്നത് ഇത് ഇവിടുന്നെയാണ്. ഇത് എ ബി. ഓക്കെ, ഇത് എ ബി ഇവിടെ തീർത്തു. ദാറ്റ് മീൻസ് ബി ഇവിടെ തീർന്നു. ഇത് ഓവറോൾ സീരിയസ് സ്ട്രക്ചറാണ് ഇത് നടക്കുന്നത്. ബട്ട് സം ടൈംസ് ഫെയിലിയർ കൂടി ആവാം. അങ്ങനെയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ABCD വീഡിയോസിൽ. ABC കറക്ഷൻ്റെ ആ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് എ ആണ്. ഓക്കെ, ഇവിടെ വരെ ആൻഡ് ദെൻ ബി ആണ് ആൻഡ് ദെൻ സി ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സി ആ വീഡിയോ നമ്മൾ മസ്റ്റായിട്ട് കാണണം. അപ്പോഴേ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ സി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ സ്റ്റക്കായി കിടക്കുന്നത് 38.200. മിനിമം ടാർഗറ്റ്സ് ആണ് 61.80%. സോ നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് നമുക്ക് ഫർദർ ക്ലിയറിറ്റി കിട്ടുള്ളൂ. ഓക്കെ, സോ സംടൈംസ് ഫെയിലിയറും ഉണ്ടാവും. അതിൻ്റെ കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക? ഓക്കെ, അതിൻ്റെ നമ്മൾ ആ ഒരു ഡിസ്കഷനിൽ ഇതുവരെ വന്നിട്ടില്ല ശരിക്കും എന്ന് പറയുന്നത്. കാരണം നമ്മൾ ABCയുടെ ഒത്തിരി പാർട്സ് ഉണ്ട്. നമ്മൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഫെയിൽ എപ്പോഴാകാം ഓർ ഫെയിൽ ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടുക എങ്ങനെ കിട്ടുന്നത്? അത് ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ആൻഡ് ഇതിൻ്റെ അബവ് പ്രൈസ് 24,530 സസ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ ഈ സ്ലോലി പിന്നെ നമുക്ക് മുകളിലേക്ക് തന്നെ നോക്കാം. ഇവിടെ വരെ 24,600 ആൻഡ് ദെൻ അത് കഴിഞ്ഞ് പിന്നെ ഈസിലി മുകളിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞായിരുന്നു വീക്കാണ്. ഇന്നലത്തെ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി കിട്ടും.
ബാങ്ക് നിഫ്റ്റി എനിക്ക് വീക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇന്ന് ക്ലോസിങ് അറൗണ്ട് 200 എന്തോ നിയർ ആണ് ക്ലോസിങ്, കണ്ട റെഡിലാണ്. ബാങ്ക് നിഫ്റ്റിനെക്കാളും ബിയറിഷ് ആണ്. സോ ബിയറിഷ് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും, ബുള്ളിഷ് നിഫ്റ്റി ആയിരിക്കും. നിഫ്റ്റി ഈ സമയത്ത് ന്യൂട്രൽ ആണ്, ബട്ട് യെസ് നമുക്ക് പറയാം എന്തെങ്കിലും ബുള്ളിഷ് ട്രേഡ് എടുക്കാനാണെങ്കിൽ നമുക്ക് നിഫ്റ്റി പോകാം. ഓക്കെ, ഇതിൽ ട്രെൻഡ് ലൈൻ വേണ്ടതിനൊന്നും കാണുന്നില്ല. സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യുന്നത് ABC ഓൺഗോയിങ് ആണ്. എന്തായാലും സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഫെയിലിയർ ഒന്നും കാണുന്നില്ല ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയാനില്ല. ട്രേഡ് ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ ഡൗൺ സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പ് സൈഡ് ആണെങ്കിൽ കൺസോളിഡേഷൻ ആൻഡ് വലിയ ബുള്ളിഷ്നെസ് ഇപ്പോൾ ഒന്നും മീൻസ് ഇതിനകത്ത് അപ്പ് സൈഡിലേക്കൊന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, സോ ഇനി നോക്കാനാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ സോ ഈ ഒരു സോൺ ഇതിൻ്റെ അബവ് 55,280 ഇതിൻ്റെ അബവ് മാത്രമേ എന്തെങ്കിലും ബുള്ളിഷ് നമുക്ക് നോക്കാവുള്ളൂ. അല്ലെങ്കിൽ കൺസോളിഡേഷൻ പീരീഡ് ആയിരിക്കും. ഈ ഇത്ര റേഞ്ച് ഫുൾ കൺസോളിഡേഷൻ തന്നെ ആയിരിക്കും. 700 to 280 to 300 ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 500 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് ആയി. ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം. യെസ്, ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഫോർദർ ഡൗൺ സൈഡ് നിന്ന് കിട്ടും. ഇത് 57 ഈ ലോ, ഈ റെഡ് ക്യാൻഡിൽ ലോ 54,700 ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ ദെൻ ഫോർദർ ഡൗൺ സൈഡ്. അപ്പ് സൈഡ് റെസിസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ മൊത്തം. ഓക്കെ, പ്രൈസിന് പിന്നെ ബുള്ളിഷ്നെസ്സിൽ സ്ട്രെങ്ത് ഇല്ല ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ. സെൻസെക്സ് നമുക്ക് നോക്കാം. സെൻസെക്സ് ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായ എൻഡിങ് ഡയഗണൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസെക്സ് അതുപോലെ തന്നെയാണ്, ആ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെയാണ് എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ അകത്ത്. സോറി, സോ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവമായിരിക്കുള്ളൂ. 81,200 അല്ലെങ്കിൽ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. നാളത്തേക്ക് എന്താണ് എന്ന് പറയാൻ, നാളെ ഇതിൻ്റെ എക്സ്പയറി ആണ്. സോ പ്രൈസ് ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇതിൻ്റെ അബവ് ആണെങ്കിൽ 81,200. സോ നമുക്ക് കുറച്ചൊരു മുകളിലേക്ക് അത്യാവശ്യം ഒരു പ്രൈസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ഡൗൺ സൈഡ്. കാരണം വെച്ചാൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡിങ് പാറ്റേണാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് 1, 2, 3, 4 and 5 മൂവ്സേ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ കൊള്ളാം. നാളെ നോക്കാൻ നോക്കും. ബ്രേക്ക് ഡൗൺ ഈ എൻഡിങ് പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ നമുക്ക് ഈസിലി താഴേക്ക് പ്ലേ ചെയ്യാം കേട്ടോ. കാരണം ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവമുള്ളൂ. 81,200 അഭാവമുള്ളൂ. ഓക്കെ, സോ ഇത്ര ഉള്ളൂ. ഇനി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പോകാം. മിഡ് ക്യാപ്പിൽ ഫുൾ റേഞ്ച് ബൗണ്ടാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെയും ലെവൽസൊക്കെ എല്ലാം ഇത് തന്നെ 12,325 ആണ്. ബാക്കി ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒന്നും സ്ട്രക്ചറിലൊന്നും ഇല്ല. ഇത്ര വലിയ റേഞ്ചിൽ ആകെ കൺസോളിഡേഷനാണ് നടക്കുന്നത്. ഈ റേഞ്ചിൻ്റെ അബവ് പ്രൈസ് വരെ മാത്രമേ എന്തെങ്കിലും ഫർദർ മൂവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റക്കാണ്. ഒന്നും പറയാനില്ല എനിക്കുള്ളത്. യെസ്, സ്മോൾ ടൈം 5 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സോ 1, 2, 3, 4, 5 എൻഡിങ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സ്മോൾ ടൈം നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ സ്മോൾ ആയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത്ര വലിയ കൺസോളിഡേഷൻ പീരീഡ് എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. ലൈവ് മാർക്കറ്റിൽ നമ്മൾ നോക്കിയിട്ട് ഓക്കെ ഫൈൻ കണ്ട. സോ ഇത്ര ഇതിനകത്ത് കാണുന്നുള്ളൂ എനിക്ക്. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ്, പക്ഷേ ഈ ബുള്ളിഷ്നെസ് നമുക്ക് ഈ എൻഡിങ് ലൈനിലെ പാറ്റേൺ ആണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ബുള്ളിഷ്നെസ് നമുക്ക് ട്രേഡ് നമ്മൾ ജനുവലി ട്രേഡ് ചെയ്യാറില്ല. കാരണം നമുക്കറിയാം ഈ എൻഡിങ് ലൈനിലെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ആ ഒരു ട്രെൻഡാണ്. ബുള്ളിഷിലേക്കാണെങ്കിൽ എൻഡ് ഓഫ് ട്രെൻഡ്. ഓക്കെ, എൻഡിങ് ലൈനിലെ പാറ്റേൺ എൻഡ് ഓഫ് ട്രെൻഡ്. സോ ഇത് ഇൻ കേസ് മുകളിലേക്ക് പോയാൽ ഷാർപ്പ് ഡൗൺ സൈഡ്, പിന്നെ ഷാർപ്പ് റിജക്ഷൻ കിട്ടും. ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ പിന്നെ ഈസിലി നമുക്ക് താഴേക്ക് ലെവൽസ് കിട്ടാൻ തുടങ്ങും. താഴേക്ക് ലെവൽസ് നോക്കാനാണെങ്കിൽ ഇൻ കേസ് സ്മോൾ ടൈം ഫ്രെയിമിലാണ് 5 minutes ടൈം ഫ്രെയിം. സോ ഇൻ കേസ് അത് ഡിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ്. ഇൻ കേസ് അതുകൂടി ബ്രേക്ക് ആയാൽ യെസ് ഓക്കെ ഇത്രയൊക്കെ സപ്പോർട്ടാണ്. പിന്നെ ഈ ഗ്യാപ്പിലേക്ക് വരും, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ്. ഓക്കെ, എൻഡിങ് അല്ല, ബട്ട് ഇൻ കേസ് നിങ്ങൾ 5 minutes ടൈം ഫ്രെയിമിലാണ്. സോ ഇതൊരു മൂവ്സ് ആയില്ലോ. എത്ര 1, 2, 3 ABC സ്ട്രക്ചറാണ് ഐ ഫീൽ. സോ യെസ്, ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ABC ആണ് എനിക്ക് തോന്നുന്നത്. ഇത് A, ഇത് B, എന്ത് സിയിൽ എൻഡിങ് നല്ല പാറ്റേൺ ഫോമായി. ഓക്കെ, എന്താ ചെയ്യുക പിന്നെ ഈ ഹൈ സപ്പോസ് ഇത് തന്നെ ഹൈ ആണ്. ഇത് സപ്പോസ് ഇനി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അത് ഹൈ ആയിരിക്കും കേട്ടോ. എന്താ ചെയ്യുക, ഈ ബോട്ടമിൻ്റെ ഈ ഒരു ഹൈ വരെ നമുക്ക് ഫിബനാച്ചി നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ റേഷ്യോസ് നമുക്ക് നോക്കാം. 61.80 ഈ ഗ്യാപ്പ് ഇവിടെ വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. എക്സാക്ട് 38.20 റേഷ്യോ കറക്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ
പെർഫെക്റ്റ് ആണ്. 23 കണ്ടോ, 23.60% കണ്ടോ, 38.20%. ഇതാണ് നമ്മൾ ഫിബനാച്ചി ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടോ എക്സാക്ട്ലി നമുക്ക് എവിടെയൊക്കെ ലെവൽസ് ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും. ഫിബനാച്ചി ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. നമ്മൾ ഫിബനാച്ചി ടൂൾ പിന്നെ വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.